ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 146 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യം. യഹോവ കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ഫാനി ജെയിൻ ക്രോസ്ബി 9000-ലധികം ക്രിസ്തീയ ഗാനങ്ങളുടെ രചയിതാവാണ്. അതിൽ ചില പാട്ടുകൾ സഭാവ്യത്യാസമെന്നേ എല്ലാവരും പാടുന്ന പ്രസിദ്ധങ്ങളായ പാട്ടുകളാണ്. ന്യൂയോർക്കിലെ പുറ്റ്നാം എന്ന സ്ഥലത്ത് ജനിച്ച ഫാനി ജനിച്ച് 2 മാസങ്ങൾക്കകം രോഗിയായി. നിർഭാഗ്യവശാൽ അവളുടെ കുടുംബ ഡോക്ടർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ഒരു വ്യാജ ഡോക്ടറാണ് അവളെ ചികിത്സിച്ചത്. അയാൾ അവളുടെ കണ്ണുകളിൽ ഒട്ടിച്ച ബാൻഡേജ് അവളെ അന്ധയാക്കി. വ്യാജ ഡോക്ടറാണ് ചികിത്സിച്ചതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അയാൾ കടന്നു കളഞ്ഞിരുന്നു. ചില മാസങ്ങൾക്ക് ശേഷം ഫാനിയുടെ പിതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കുടുംബത്തെ പുലർത്താൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഫാനിയുടെ മാതാവ് സമീപ ഭവനങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ തുടങ്ങി. പിന്നീട് കുഞ്ഞ് ഫാനി അവളുടെ വല്യമ്മച്ചിയുടെ പരിചരണത്തിലാണ് വളർന്നത്. ചെറുപ്പത്തിൽ തന്നെ ഫാനിക്ക് കവിതകൾ ഇഷ്ടമായിരുന്നു. കവിതകൾ മനഃപാഠമാക്കുന്നതിനൊപ്പം അവൾ ബൈബിൾ വാക്യങ്ങളും ഹൃദിസ്ഥമാക്കി. ഒരാഴ്ചയിൽ 5 അധ്യായങ്ങൾ വീതം അവൾ മനഃപാഠമാക്കി. വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൾ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങൾ, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, ഉത്തമഗീതം, പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ തുടങ്ങി പല വേദഭാഗങ്ങളും മനഃപാഠമായി പറയുമായിരുന്നു. യേശു കയ്യിൽ മാ സ്വൈര്യം, യേശുവൻ സ്വന്തം, ഹല്ലേലൂയ എന്നീ പ്രസിദ്ധങ്ങളായ ക്രിസ്തീയ ഗാനങ്ങൾ ഫാനിയുടെ രചനകളാണ്. ഒരിക്കൽ പ്രസിദ്ധനായ ഒരു പ്രസംഗകൻ ഫാനിയോട് പറഞ്ഞു, ഇത്രമാത്രം കഴിവുകളുള്ള നിനക്ക് ദൈവം കാഴ്ച നൽകാതിരുന്നത് കഷ്ടമായിപ്പോയി. ജനിച്ച് 6 മാസം മാത്രം കാഴ്ചയുണ്ടായിരുന്ന ഫാനി ജെയിൻ ക്രോസ്ബി അതിനോട് പ്രതികരിച്ചത് വ്യത്യസ്തമായാണ്. എൻ്റെ ജനനത്തിങ്കൽ എൻ്റെ അവസ്ഥ തിരഞ്ഞെടുക്കാൻ ഒരവസരമുണ്ടായിരുന്നെങ്കിൽ അന്ധയായി ജനിക്കാനുള്ള വരം ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണുകളിലൂടെ ആദ്യം കാണുന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ മുഖമായിരിക്കും. ഇന്നും പല രീതിയിൽ തകർന്നിരിക്കുന്ന അനേകർക്ക് ഫാനിയുടെ പാട്ടുകൾ ആശ്വാസം പകരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് കാഴ്ചശക്തി നൽകിയിരിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അനേകർ ഫാനി ജെയിൻ ക്രോസ്ബിയെ പോലെ പുറം കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആഘോഷിക്കുകയാണ്. ഭൗതികമായ കാഴ്ചശക്തിയേക്കാൾ പ്രധാനമാണ് ഉൾക്കാഴ്ച. ഗ്രഹണശക്തി ബാഹ്യമായ കാഴ്ചശക്തിയേക്കാൾ ശക്തമാണ്. ഫാനി ജെയിൻ ക്രോസ്ബി അന്ധയായിരുന്നെങ്കിലും അനേകർക്ക് സ്നേഹവാനായ ദൈവത്തെ കാണുവാൻ അവരുടെ പാട്ടുകൾ സഹായകമായി. ആകയാൽ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ബാഹ്യമായ കണ്ണുകളേക്കാൾ അപ്പുറമായി ആന്തരികമായ കണ്ണുകളിലൂടെ പുറം ലോകത്തെ കാണുവാനും ഉൾക്കാഴ്ച ലഭിക്കാനും തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിത്തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഭൃത്യമായിടമേൽ പ്രവർത്തിച്ചതായിട്ടുള്ള കർത്താവെ, എൻ്റെ ആത്മീയമായിട്ടുള്ള കണ്ണുകൾക്ക് കുരുട് പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവെ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ആത്മീയമായ കുരുടുകളെ മാറ്റിക്കൊണ്ട് കർത്താവെ, ഉൾക്കാഴ്ച ഏറെ എനിക്ക് നൽകണമേ. ഇന്നീ പ്രഭാതത്തിൽ കർത്താവെ, വചനം കേട്ടതിലൂടെ ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.